ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ടേക്ക് ഇറ്റ് ഈസി. മക്കളെ, ഇത് നോക്ക്. സ്നെയിൽ ബ്രിങ്സ് ദ മെയിൽ. ഇത് നമ്മുടെ 2ാം ക്ലാസ്സിലെ 1ാമത്തെ യൂണിറ്റില്ലേ, എന്തായിരുന്നു ആ പാഠത്തിൻ്റെ പേര്? എല്ലാവരും കണ്ടിട്ടില്ലേ? വീഡിയോ കണ്ടിട്ടില്ലേ? പഠിച്ചില്ലേ? പാഠം പഠിച്ചില്ലേ? എൻ അംബ്രല്ല ഫോർ ഓൾ അല്ലേ? അതിൻ്റെ കൂടെയുള്ള ഒരു കുട്ടി കഥയാണ്. നമുക്ക് കഥ കേട്ട് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് കഥ നോക്കാം. നോക്കിയേ, ഫസ്റ്റ് സെൻറ്റൻസ് നോക്കി എന്താ പറയുന്നതെന്ന്. ഹിയർ ഈസ് മിസ്റ്റർ സ്നെയിൽ, ഹീ ബ്രിങ്സ് ദ മെയിൽ. എന്താ പറയുന്നത്? ഹിയർ ഈസ് മിസ്റ്റർ സ്നെയിൽ. ഇതാണ് മിസ്റ്റർ സ്നെയിൽ. ഓക്കെ, സ്നെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒച്ച് അല്ലേ? ഒച്ച് അവിടെ കാണുന്നില്ലേ? ചിത്രം കാണുന്നില്ലേ? ഒച്ചിനെ, സ്നെയിൽ. ഹിയർ ഈസ് മിസ്റ്റർ സ്നെയിൽ. സ്നെയിലിന് വേറെ പേരൊന്നും പറഞ്ഞിട്ടില്ല, മിസ്റ്റർ സ്നെയിൽ എന്ന് പറയുന്നു. എന്താ മിസ്റ്റർ സ്നെയിൽ ചെയ്യുക? വാട്ട് ഡസ് ഹി ഡു? ഹീ ബ്രിങ്സ് ദ മെയിൽ. അയാൾ നമ്മുടെ മെയിൽ കൊണ്ടിരുന്ന ആളാണ്, ലെറ്ററൊക്കെ കൊണ്ടിരുന്ന ആളാണ് അല്ലേ? യെസ്. നോക്കി, എന്നിട്ട് താഴെ എന്താ പറയുന്നത്? എവ്രി ഡേ ഹീ ബ്രിങ്സ് ദ മെയിൽ വിതൗട്ട് ഫെയിൽ. എവ്രി ഡേ ഹീ ബ്രിങ്സ് ദ മെയിൽ വിതൗട്ട് ഫെയിൽ. സ്നെയിൽ എന്താ ഫോക്സിനോട് പറയുന്നത് നോക്കിയേ. ഹലോ മിസ്റ്റർ ഫോക്സ്, യു ഹാവ് എ ബോക്സ്. എന്താ പറയുന്നത്? ഹലോ മിസ്റ്റർ ഫോക്സ്, യു ഹാവ് എ ബോക്സ്. ഹലോ കുറുക്ക, ഇതാ നിങ്ങൾക്കൊരു ബോക്സ് ഉണ്ടെന്ന് പറയലാണ് അല്ലേ? എല്ലാ ദിവസവും എന്താണ്, ഒരു മിസ്റ്റേക്കും വരുത്താണ്ട്, ഓക്കെ, ഒരു ഫെയിലിയറും ഇല്ലാണ്ട്, മിസ്റ്റേക്കൊന്നും വരുത്താണ്ട് എന്ത് ചെയ്യും നമ്മുടെ സ്നെയിൽ? കൃത്യമായിട്ട് ലെറ്ററെല്ലാം എല്ലാവർക്കും എത്തിച്ചു കൊടുക്കും അല്ലേ? മെയിലൊക്കെ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കും. അപ്പോൾ കുറുക്കനോട് പറയലാണ്, മിസ്റ്റർ ഫോക്സ്, ഇതാ നിങ്ങൾക്കൊരു ബോക്സ് ഉണ്ട് എന്ന് അല്ലേ? ഇനി ടീച്ചറോട് റൈറ്റ് സൈഡിൽ തന്നിട്ട് നോക്കിയാൽ മക്കളെ, റൈമിങ് വേർഡ്സ് എന്ന് കണ്ടോ? നമ്മളിപ്പോൾ പറഞ്ഞു സ്നെയിൽ, മെയിൽ, ഫെയിൽ, കണ്ടോ? അടുത്ത് നോക്കിയേ, ഫോക്സ്, ബോക്സ്. എന്താ അത്? എൻഡിങ് ഉള്ള സൗണ്ട്. സ്നെയിൽ, ഇൽ, മെയിൽ, ഫെയിൽ. കണ്ടോ? പറയുമ്പോൾ എൻഡ് ചെയ്യുന്നത് സെയിം ടോണാണ് അല്ലേ? അങ്ങനെയുള്ള വേർഡ്സിനാണ് റൈമിങ് വേർഡ്സ് എന്ന് പറയുക. സെയിം റൈം ഉള്ളത്. ഓക്കെ, അടുത്തത് നോക്ക്, ഫോക്സ്, ബോക്സ്. പിന്നെന്താ അടുത്തത് നോക്കിയേ? കുക്ക്, ബുക്ക്, ലുക്ക്, ഉക്ക്, ഉക്ക്, അങ്ങനെ വരുന്നില്ലേ? നോക്കിയേ. അടുത്തത് നോക്കിയേ? കട്ട്, ഹട്ട്, ബട്ട്. കണ്ടോ? ഇനി നോക്കി, ഇതുപോലത്തെ റൈമിങ് വേർഡ്സ് നിങ്ങൾക്ക് അറിയാമെന്ന് നോക്കി. എല്ലാവരും ഒരു 10 റൈമിങ് വേർഡ്സ് വെച്ച് ഉണ്ടാക്കിയാൽ നോക്കട്ടെ. ഓക്കെ, എല്ലാവരും വന്നിട്ട് ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പേപ്പർ എഴുതി വെച്ചിട്ട് നിങ്ങളുടെ ടീച്ചറിനെയോ ഏട്ടന്മാരെയോ ഏച്ചിമാരെയോ ഒക്കെ കാണിക്കണം കേട്ടോ. ഇപ്പം തന്നെ ചെയ്യണേ റൈമിങ് വേർഡ്സ്. ഓക്കെ, അങ്ങനെ നമ്മുടെ സ്നെയിൽ എന്തായി? ഇങ്ങനെ ലെറ്ററും കൊണ്ട് ഇങ്ങനെ നടക്കലാണ് അല്ലേ? മെയിലും കൊണ്ട് നടക്കലാണ്. നോക്കിയേ, മിസ്റ്റർ സ്നെയിൽ മീറ്റ്സ് മിസ് ഹണി ബി. മിസ്റ്റർ സ്നെയിൽ മീറ്റ്സ് മിസ് ഹണി ബി. അവിടെ കണ്ടോ? മിസ്റ്റർ സ്നെയിൽ എന്ന് പറയുന്നു, മിസ് ബി എന്ന് പറയുന്നു അല്ലേ? മിസ് ഹണി ബി എന്ന് പറയുന്നു. നോക്കിയേ, എന്താ അത്? മിസ്റ്റർ എന്ന് പറഞ്ഞാൽ ആണുങ്ങളെ അഭിസംബോധന ചെയ്യുന്നതാണ്. മിസ് എന്ന് പറയുന്നത് കല്യാണം കഴിക്കാത്ത പെണ്ണുങ്ങളെ പറയുന്നതാണ് അല്ലേ? ഇനി കല്യാണം കഴിച്ച പെണ്ണുങ്ങളാണെങ്കിൽ എന്താ പറയുക? മിസ്സസ് അല്ലേ? MRS എന്ന് പറയും, മിസ്സസ്. അറിയില്ലേ? ഓക്കെ, എന്നിട്ട് എന്താ സ്നെയിൽ പറയുന്നതെന്ന് നോക്കിയേ. ഹായ് മിസ് ബി, സീ ദ ബോക്സസ്, ദീസ് ആർ ഫോർ യു. ഹായ് മിസ് ബി അല്ലേ? നോക്കിയേ തേനീച്ചേ, നോക്കൂ ഈച്ചേ, ഈ കാണുന്ന ബോക്സൊക്കെ നിനക്കുള്ളതാണ്. ദീസ് ആർ ഫോർ യു, ഇത് നിനക്കുള്ളതാണ്. മനസ്സിലായില്ലേ? ഇനിയോ, അങ്ങനെ മിസ്റ്റർ സ്നെയിൽ പിന്നെയും കൊണ്ടുപോയി അടുത്തയാളുടെ അടുത്തെത്തി അല്ലേ? ആരാ അടുത്തയാൾ നോക്കിയേ? മിസ്റ്റർ സ്നെയിൽ വിസിറ്റ്സ് മിസ്റ്റർ ഔൾ വിത്ത് സം മെയിൽ. മിസ്റ്റർ സ്നെയിൽ വിസിറ്റ്സ് മിസ്റ്റർ ഔൾ വിത്ത് സം മെയിൽ. ഓക്കെ, അപ്പം എന്തായിരുന്നു ആ മെയിൽസിനകത്ത് ഉണ്ടായിരുന്നത് നോക്കിയേ? എന്താ സ്നെയിൽ പറയുന്നത് നോക്കിയേ? ഹിയർ ആർ സം ബർത്ത്ഡേ കാർഡ്സ്. അപ്പോൾ അവളിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു തോന്നല്ലേ? അത് ചിത്രത്തിൻ്റെ പുറകിൽ കണ്ടോ? ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതിയിട്ട് ബാനറൊക്കെ തൂക്കിയിട്ട് ബലൂണൊക്കെ കണ്ടോ? അപ്പോൾ നമ്മുടെ സ്നെയിൽ ഒരു ബോക്സ് ഓഫ് മെയിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഹിയർ ആർ സം ബർത്ത്ഡേ കാർഡ്സ്. അപ്പോൾ അവൾ എന്താ പറയുന്നത്? അവൾ എന്ന് പറഞ്ഞാൽ അറിയില്ലേ മക്കളെ? മൂങ്ങ കേട്ടോ, അവൾ. വാവ്, ദാറ്റ്സ് ഗ്രേറ്റ്, 10 കാർഡ്സ് ഫോർ മീ. 10 കാർഡ് എനിക്ക് കിട്ടിയോ? വാവ്, ദാറ്റ്സ് ഗ്രേറ്റ്, 10 കാർഡ്സ് ഫോർ മീ. 10 കാർഡുണ്ട് എനിക്ക്. ഓക്കെ, അപ്പോൾ അവൾ ഭയങ്കര ഹാപ്പിയായി. ഓ, ബട്ട് ആക്ച്വലി നോക്കിയേ,
അവൾ അത്ര ഹാപ്പി അല്ല അല്ലേ? എന്താ കാരണം നോക്കിയേ, എന്താ പറയുന്നത്, വായിക്കാം നോക്ക്. ബട്ട് യു ആർ ലേറ്റ്, മൈ ബർത്ത്ഡേ വാസ് യെസ്റ്റർഡേ. പക്ഷെ നിങ്ങൾ ലേറ്റാണ്, എൻ്റെ ബർത്ത്ഡേ ഇന്നലെയായിരുന്നു, നിങ്ങൾ ഇന്നാണ് എനിക്ക് കാർഡ്സ് കൊണ്ട് തരുന്നത് അല്ലേ? അപ്പോൾ സ്നെയിലിനും സാഡായി. സ്നെയിലിൻ്റെ മുഖം നോക്ക്. ഓ, ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ, സോറി ലേറ്റായിട്ട് ആശംസകൾ അറിയിക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ, ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. എന്നിട്ട് എന്താ അടുത്ത ചിത്രത്തിൽ പറയുന്നത്? ഫ്രം മോർണിംഗ് ടു ഈവനിങ് മിസ്റ്റർ സ്നെയിൽ ഈസ് അറ്റ് ഹിസ് വർക്ക്. ഹി വർക്ക്സ് ഹാർഡ് ആൻഡ് ടേക്സ് നോ റെസ്റ്റ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ മിസ്റ്റർ സ്നെയിൽ എന്താ ചെയ്യുക? ജോലി ചെയ്തുകൊണ്ടിരിക്കലാണ് അല്ലേ? നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, റെസ്റ്റൊന്നും എടുക്കാണ്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് എല്ലാവർക്കും മെയിൽസും കത്തുകളും ബോക്സുകളൊക്കെ എന്തൊക്കെയാണ് ഗിഫ്റ്റുകളൊക്കെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സ്നെയിൽ ഹാർഡ് വർക്ക് ചെയ്യുകയാണല്ലേ. എന്നിട്ട് എന്താ പറയുന്നത് നോക്ക്. മിസ്റ്റർ സ്നെയിൽ ഈസ് സോ സ്ലോ. സ്നെയിൽ എങ്ങനെയാണ് പോവുക മക്കളെ? ഒച്ച എങ്ങനെ എഴിഞ്ഞു പോവുക? പതുക്കെ പോവുക അല്ലേ? വളരെ പതുക്കെ പോവുള്ളൂ. അതുകൊണ്ടാണ് സ്നെയിലിന് കുറേ ഫുൾ ഡേ വർക്ക് ചെയ്യേണ്ടി വരുന്നത് അല്ലേ. മിസ്റ്റർ സ്നെയിൽ ഈസ് സോ സ്ലോ. സോ ഹിസ് ഫ്രണ്ട്സ് ഹാവ് ടു വെയിറ്റ് ഓൾ ദ ഡേ ഫോർ ദ മെയിൽ. ബട്ട് ദേ ആർ ഓക്കെ. സ്നെയിൽ ഭയങ്കര സ്ലോ ആയതുകൊണ്ട് തന്നെ അയാളുടെ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ ലെറ്ററിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരെല്ലാം ഒരു ദിവസം ഫുള്ള് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഈ ഒച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എത്തണ്ടേ. ബട്ട് ദേ ആർ ഓക്കെ. അവർക്ക് അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. സ്നെയിലിന് എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ബട്ട് ദേ ആർ ഓക്കെ ടു വെയിറ്റ് അല്ലേ. അവിടെ ഒരു ലേഡി ബഗ് എന്താ പറയുന്നത് നോക്കി. ഒരു ബീറ്റിലിരിക്കുന്നുണ്ട് അവിടെ, ഒരു വണ്ട് അല്ലേ, റെഡ് കളറുള്ളത്, അതിൻ്റെ മേലെ ബ്ലാക്ക് സ്പോട്ടൊക്കെ ആയിട്ടിരിക്കുന്നുണ്ടോ? അങ്ങനെ എന്താ പറയുന്നത് നോക്കിയേ. പുവർ സ്നെയിൽ, പാവം സ്നെയിൽ. ഹി ഡസ് ഹിസ് ബെസ്റ്റ്. അവനവൻ്റെ മാക്സിമം ചെയ്യുന്നുണ്ട് അല്ലേ. അവൻ ഏറ്റവും നല്ലോണം തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അത്രയും സ്ലോ ആയതുകൊണ്ടാണ് എല്ലാവർക്കും ലെറ്റർ എത്തിക്കാൻ വേണ്ടി ലേറ്റ് ആകുന്നത്. സോ പുവർ സ്നെയിൽ എന്നാണ് ആ ലേഡി ബഗ് പറയുന്നത്. എന്നിട്ടെന്താ? വൺ ഫൈൻ ഡേ മിസ്റ്റർ സ്നെയിൽ സ്റ്റാർട്ട്സ് ഹിസ് വർക്ക്. ഹി വാക്സ് ആൻഡ് വാക്സ് along the roads. Soon the sky turns dark. It begins to rain. ഒരു ദിവസം, ഒരു കുഴപ്പമൊന്നുമില്ലാത്തൊരു ദിവസമായിരുന്നു. നമ്മുടെ സ്നെയിൽ ഇങ്ങനെ ലെറ്ററും കൊണ്ട് നടക്കാൻ തുടങ്ങി. അങ്ങനെ നടന്ന് കുറച്ചങ്ങ് എത്തി, എല്ലാ റോഡുകളൊക്കെ താണ്ടി അങ്ങ് എത്തിയപ്പോഴത്തേക്കും പെട്ടെന്ന് ആകാശമൊക്കെ ഇരുണ്ട് മഴ പെയ്യാൻ വേണ്ടി തുടങ്ങി. ഇറ്റ് ബിഗിൻസ് ടു റെയിൻ. അയ്യോ, എന്നിട്ട് നോക്കിയേ എന്താ ആയെന്ന് നോക്കിയേ മക്കളെ. ദ കോൾഡ് വിൻഡ് ബ്ലോസ്. തണുത്ത കാറ്റ് വീശാൻ തുടങ്ങി. കോൾഡ് തണുത്ത അല്ലേ, വിൻഡ് കാറ്റ്, ബ്ലോസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വീശുക, കാറ്റ് വീശുക. ഓക്കെ, ദ കോൾഡ് വിൻഡ് ബ്ലോസ്. ദ റോഡ്സ് ഗെറ്റ് ഫ്ലഡഡ്. റോഡ്സിലൊക്കെ വെള്ളം കയറി. ഫ്ലഡ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, വെള്ളക്കയറ്റം, വെള്ളം കയറുക അല്ലേ. ദ റോഡ്സ് ഗെറ്റ് ഫ്ലഡഡ്. അപ്പോൾ എന്താ സ്നെയിൽ പറയുന്നത് നോക്ക്. നോ, ഐ ഷുഡ് നോട്ട് ഫെയിൽ. ഇല്ല, ഞാൻ ഇതിലൊന്നും ഞാൻ തോക്കില്ല, ഞാൻ എൻ്റെ ജോലി കംപ്ലീറ്റ് ആക്കുക തന്നെ ചെയ്യുന്നതാണ് നമ്മുടെ സ്നെയിൽ പറയുന്നത് അല്ലേ. എൻ്റെ അടുത്ത ചിത്രത്തിൽ നോക്കിയേ. ദ റോഡ്സ് ആർ ബാഡ്. മിസ്റ്റർ സ്നെയിൽ ഈസ് സോ സാഡ്. റോഡ്സ് മുഴുവൻ വെള്ളമായി. അങ്ങനെ മിസ്റ്റർ സ്നെയിൽ ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്, എന്താ ചെയ്യാമെന്ന് ആലോചിച്ചിട്ടല്ലേ. ഇനി എന്താ പറയുന്നത്? ഹൗ വിൽ ഐ ഗോ. ഞാൻ എങ്ങനെ ഇപ്പോൾ പോവാന്ന് ആലോചിക്കലാണ് സ്നെയിൽ. അപ്പോൾ ഒരാൾ അവിടെ നിന്ന് ചിരിക്കുന്നത് കാണുന്നുണ്ടോ? ക്യാൻ യു സ്വിം മിസ്റ്റർ സ്നെയിൽ. ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ക്യാൻ യു സ്വിം മിസ്റ്റർ സ്നെയിൽ. നിങ്ങൾക്ക് നീന്താൻ പറ്റുമോ സ്നെയിലെ എന്ന് ചോദിക്കുന്നുണ്ട്. ആരാ ചോദിക്കുന്നത് നോക്കി? ഒരു പച്ച തവള അല്ലേ. പക്ഷേ ആ കളിയാക്കലൊന്നും മൈൻഡാക്കാണ്ട് നമ്മുടെ സ്നെയിൽ മുന്നോട്ട് പോയി അല്ലേ. മുന്നോട്ട് പോയി. അങ്ങനെ സ്നെയിൽ ഒരു സ്ഥലത്തെത്തി. അവിടെ എന്താ കണ്ടേ നോക്കിയേ സ്നെയിൽ. നോക്കൂ. മിസ്റ്റർ സ്നെയിൽ സീസ് എ ട്രാക്ടർ. ഇറ്റ് ഈസ് ഫോർ സെയിൽ. SALE, സെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഫോർ സെയിൽ എന്ന് പറഞ്ഞാൽ വിൽപ്പനയ്ക്ക് അല്ലേ, വിൽക്കാൻ വേണ്ടി വെച്ച ഒരു ട്രാക്ടർ കണ്ടു മിസ്റ്റർ സ്നെയിൽ അല്ലേ, ഫോർ സെയിൽ. അപ്പോൾ എന്താ പറയുന്നത് നോക്കിയേ സ്നെയിൽ. ഐ മസ്റ്റ് ബൈ ദിസ് ട്രാക്ടർ. ഞാൻ എന്തായാലും ട്രാക്ടർ വാങ്ങുക തന്നെ ചെയ്യും. ഇറ്റ് വിൽ മേക്ക് മീ മൂവ് ഫാസ്റ്റർ. ഇതെന്നെ സ്പീഡിൽ പോവാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്യും അല്ലേ. അപ്പോൾ വേഗം എനിക്ക് ലെറ്റേഴ്സൊക്കെ ഡെലിവർ ചെയ്യാൻ പറ്റും. സോ ഐ മസ്റ്റ് ബൈ ദിസ് ട്രാക്ടർ. ഇറ്റ് വിൽ ഹെൽപ്പ് മീ, ഇറ്റ് വിൽ മേക്ക് മീ മൂവ് ഫാസ്റ്റർ. എന്നിട്ടോ
ഹി ബൈസ് ദ ട്രാക്ടർ. ഇറ്റ് മേക്സ് ഹിം മൂവ് ഫാസ്റ്റർ. നമ്മുടെ സ്നെയിൽ ആ ട്രാക്ടർ വാങ്ങിയല്ലേ, അതോടുകൂടി സ്നെയിലിന് നല്ല സ്പീഡിൽ പോകാൻ വേണ്ടി പറ്റി. നോക്കൂ, എന്നിട്ട് എന്താ ഉണ്ടായെന്ന് നോക്കിയേ. ഫോക്സ് അവളിനോട് പറയുന്നത് കണ്ട, ലുക്ക് ഹൗ മിസ്റ്റർ സ്നെയിൽ ഗോസ്. നൗ ഹിസ് മെയിൽ ഈസ് ഓൺ ദ റൈറ്റ് ടൈം. അപ്പോൾ ഫോക്സ് പറയാണ്, നോക്ക് എത്ര സ്പീഡിലാണ് ഇപ്പോൾ സ്നെയിൽ പോകുന്നത് നോക്കി. ഇനി ഒരിക്കലും അയാൾ കൊണ്ടുവരുന്ന മെയിൽ ലേറ്റ് ആവില്ല. ഇറ്റ് വിൽ ബി ഓൺ റൈറ്റ് ടൈം അല്ലേ. ഹിസ് മെയിൽ ഈസ് ഓൺ ദ റൈറ്റ് ടൈം. ഓക്കെ, ഇനി നോക്ക് മക്കളെ, ഇനി എന്താ അടിയിലൊരു ക്വസ്റ്റ്യൻ പോലെ തന്നത് നോക്കിയേ. ഡിഡ് യു ലൈക്ക് ദ സ്റ്റോറി ഓഫ് ദ സ്നെയിൽ? നിങ്ങൾക്ക് ഇഷ്ടമായോ ഈ സ്റ്റോറി? എന്തായിരിക്കും അവളിനോട്. ഇതൊരു ലെറ്ററാണ് എൻ്റെ ആൻറ്റീൻ്റെ അടുത്ത് നിന്നുള്ള അല്ലേ. ഇറ്റ് ഈസ് എ ലെറ്റർ ഫ്രം മൈ ഓണ്ട് എന്നൊരു ആൻസർ അവൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും ഹണി ചോദിച്ചിട്ടുണ്ടാവുക? മേ ബി വാട്ട് ഈസ് ദാറ്റ് അല്ലേ. എന്താ നീ വായിക്കുന്നത്? വാട്ട് ആർ യു റീഡിങ് എന്നോ, അല്ലേ എന്താ യു ഗോട്ട് സം മെയിൽ ടുഡേ, വാട്ട് ഈസ് ഇറ്റ്, അങ്ങനെയൊക്കെ ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക അല്ലേ. അല്ലെങ്കിൽ ഹൂ റോട്ട് ദ ലെറ്റർ, ഹൂസ് ലെറ്റർ ഈസ് ദിസ്, അങ്ങനെയൊക്കെ ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക അല്ലേ. ഓക്കെ, ഇവിടെ നമുക്ക് ഹായ് മിസ്റ്റർ ഔൾ വാട്ട് ആർ യു റീഡിങ് എന്ന് ചോദിച്ച പോലെ എഴുതാം അല്ലേ. എന്നാലും കറക്റ്റ് അല്ലേ. ഇറ്റ് ഈസ് എ ലെറ്റർ ഫ്രം മൈ ആണ്ട് എന്ന് അവൾ പറയുന്നു. ഓക്കെ ഓക്കെ മക്കളെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഈ കഥ. ഒരു ചെറിയ കഥയാണിത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ടെക്സ്റ്റ് ബുക്ക് നല്ലോണം വായിക്കുക, കുറേ പ്രാവശ്യം വായിക്കുക, മനസ്സിലാക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ മക്കളെ, കഴിഞ്ഞു. എല്ലാവർക്കും ടീച്ചറുടെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക മക്കളെ, സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ടീച്ചർ ഇടുന്ന എല്ലാ ക്ലാസ്സും മിസ്സാവാണ്ട് കിട്ടും. ഓക്കെ, നിങ്ങളുടെ എല്ലാ ക്ലാസ്സും ഞാൻ ഓരോരോ എപ്പിസോഡായിട്ട് ഓരോരോ വീഡിയോ ആയിട്ട് ഇടുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ബൈ, സീ യു മക്കളെ.